ഒരു ഇഞ്ച് സ്ഥലം ഏടിയില്ല കാണിക്കാൻ കുറ്റം പറയാനായിട്ട് ബാക്കി വെച്ചു വിടറാ സ്ഥിതിയെ കുറ്റം പറയാനായിട്ട് ഒരു കഷ്ണം ബാക്കി വെച്ചൂടെ ഇങ്ങനെ ക്ലീൻ ആക്കാൻ പാടില്ല. ഇത് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്ത വീട്. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വീട് കിട്ടും നമുക്ക്. ഡീപ്പ് ക്ലീൻ മൊത്തത്തിൽ വീടിൻ്റെ ഉള്ളും പുറവും എല്ലാം. ഇൻ്റർലോക്ക് വാഷ് ഉണ്ടായിരുന്നു, വീടിൻ്റെ പുറം ഉണ്ടായിരുന്നു, വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു ക്ലീൻ ആക്കാൻ. ഈ പർഗോള ഈ ഗ്ലാസ് ഇട്ടിട്ട് ആ ഭാഗം, അതിൻ്റെ വർക്ക് ഏരിയ, സിറ്റ് ഔട്ടുള്ള വർക്ക് ഏരിയ മൊത്തം ഉണ്ടായിരുന്നു. വീട് മൊത്തം ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. ആദ്യമായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു വർക്ക് കിട്ടിയത്. ഗേറ്റെല്ലാം പശാക്കിന് ഇൻ്റർലോക്കെല്ലാം ക്ലീനാക്കി, ഇൻ്റർലോക്കെല്ലാം മൊത്തം ചുറ്റുപാടും ക്ലീനാക്കിന്. വീടിൻ്റെ അകവും ഓപ്പൺ ടെറസും ഗ്ലാസും എല്ലാം മൊത്തം വൃത്തിയാക്കി. അങ്ങനെ ആദ്യമായിട്ട് നമുക്കൊരു വീട് മൊത്തം ക്ലീൻ ആക്കാൻ കരാറ് കിട്ടിയൊരു പണിയാണിത്. ഇന്നലെ ഞാൻ ഇതിൻ്റെ ആദ്യ കാഴ്ച ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല, എടുക്കണമെന്ന് വിചാരിച്ചത്. ഈ ഭാഗമെല്ലാം ക്ലീനാക്കിയതാ. വീടിന് ചുറ്റുഭാഗം അതെന്ത് വെള്ളം വരുന്നത്? മേലെ ആ ബാത്റൂം അത് ക്ലീൻ ആക്കുന്നുണ്ട്, അതിൻ്റെ വെള്ളം. ബാത്റൂമിൻ്റെ വെള്ളം അങ്ങനെ വരുന്നതാ? അയ്യോ, ഇത് കഷ്ടമായി. എൻ്റെ ജനലും എല്ലാം ക്ലീൻ ആക്കിയതാ മൊത്തം. കണ്ടില്ലേ മേത്തെ വാട്ടർ ടാങ്ക് പുതിയതുപോലെ. അതാണ് നമ്മളെ പണി. ഇതിൻ്റെ അകമെല്ലാം ഒന്ന് കാണിക്കാം. ഇതിവിടെ കുറച്ച് മണ്ണ് കണ്ടില്ലേ, ഇത് ഞാൻ മേലെ വൃത്തിയാക്കുമ്പോൾ ആ മണ്ണ് താഴെ വന്നത്. അതെല്ലാം ഇവിടെ കുറേ ഉണ്ടായിരുന്നു, കുറേ വൃത്തിയാക്കി ഞാൻ പ്രഷർ വാഷർ ഓഫാക്കി വെച്ചതിനോട് അത് റീസെറ്റാക്കാനൊരു മടിയായി. ഈ ഇതെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ നോക്കി നിങ്ങൾ, ചിലപ്പോൾ ആ വീഡിയോ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ശരിക്കും ഒന്ന് റീപെയിൻ്റ് ആക്കിയ പോലെ വീട്. അല്ല ശരി ചേട്ടാ, വീടൊന്ന് റീപെയിൻ്റ് ആക്കിയ പോലെ ഇല്ലേ. ടാപ്പ് ക്ലോസ് ആണല്ലേ? ആ ഓക്കെ, ക്ലോസ് ആയി. ടാപ്പ് ക്ലോസ് ആയി. ഇത് മേലത്തെ ഓപ്പൺ ടെറസിലേക്ക് കയറുന്നൊരു ഭാഗം. ഓപ്പൺ ടെറസിലേക്ക് ഇതിലെ കൂടി കയറണം. ഈ സൺഷെയ്ഡിലെല്ലാം പൊടിയും എല്ലാം കെട്ടിക്കിടന്നിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം ക്ലീനാക്കി. എല്ലാം കുറേ പാലെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം പാലെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി. ഇതെല്ലാം എന്തെല്ലാം ഡെക്കറേഷൻ ഒരു എന്തെല്ലാം ചെയ്ത് വെച്ചത്. അത് വീട്ടിലെ ആൾക്ക് സുഖമില്ലാത്തത് കൊണ്ട്, സുഖമില്ലാത്തല്ല പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ നിന്നു. കണ്ടില്ല, അതിൽ ക്ലീനായി. നോക്കിയാൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു അതിൽ. ഇതൊരു ഓപ്പൺ ടെറസ് ഏരിയ. ഇനി കുട്ടികൾക്കെല്ലാം നല്ല സുഖമായിട്ട് കളിക്കാടാം. നല്ല ക്ലീനായില്ലേ നോക്കിയാൽ. ഏണി കടത്തി വെക്കണം. ലൈറ്റെല്ലാം ക്ലീനായില്ലേ. ഈ ലൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു രാവിലെ? വൃത്തിയാക്കി. കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ, വീടിൻ്റെ പ്ലാന് നല്ല രസമുണ്ട്, നല്ലതാണ്. ഇതെല്ലാം മൊത്തം ഈ ഇതെന്ന് പറഞ്ഞാൽ പായൽ ഒടിച്ചിട്ടുണ്ടായിരുന്നു മൊത്തം. ഈ ഭാഗത്തെല്ലാം കുറച്ച് ബാക്കിയുണ്ട്, അത് ഫുള്ളായിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്തെല്ലാം. ഇതെല്ലാം ഞങ്ങൾ ക്ലീൻ ആക്കിയിട്ട് എടുത്തു. ഡോറ്, ഈ ലൈറ്റ് കുറച്ച് ക്ലീൻ ആക്കാൻ ബാക്കിയുണ്ടല്ലോ. ചെക്കന് ക്ലീനായി. ഊഞ്ഞാലെല്ലാം ക്ലീനാക്കി. ഞാൻ അകത്തൊന്ന് പോയി നോക്കാം. അകം പൂട്ടി വെച്ചാ, അയ്യോ അകത്ത് പൂട്ടിയിട്ടുണ്ട്, ഇനിയിലെ പോകാൻ പറ്റില്ല, അപ്പുറത്തെല്ലാം തന്നെ പോകണം. കണ്ടോ വീട്ടിൽ ആളില്ലാത്ത കൊണ്ട് ചെടിയെല്ലാം കണ്ട കരിഞ്ഞിട്ട്. വീട്ടിലെ ആൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് വീടിങ്ങനെ ബാക്കിയായി. അപ്പോൾ അവർ ഞങ്ങളെ വിളിച്ചു ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാൻ. സ്മാർട്ടിൻ്റെ പണി എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി വിളിച്ചു. ഓക്കെ, ഏണി അവിടെ വെച്ചു. പോയി നോക്കാം. ഇതെല്ലാം കണ്ടോ, എല്ലാം അടക്കി വെച്ചതാ. ഓ ഹായ്, നമുക്കായാ
നിഷ എനിക്ക് ആ ബാത്റൂം തോർത്താനുണ്ട്. പിന്നെ ഇഷ്ടമെങ്കിൽ കുറച്ച് കാണല്ലോ, അങ്ങനെ അത് കുറച്ച് വീഡിയോ എടുത്തരാ. തീർച്ചയായും പിന്നെ കാണല്ലോ അല്ലേ. ബാത്റൂം ക്ലീൻ ആക്കിയിട്ട് തന്നെ തോർത്താനുണ്ട്. ഈ ഫർണിച്ചറെല്ലാം ക്ലീൻ ആക്കിയിട്ട് വാക്യൂം ആക്കി വെച്ചത് കണ്ടേ. കർട്ടനെല്ലാം ക്ലീൻ ആക്കി. കർട്ടനെല്ലാം വാക്യൂം ആക്കി വെച്ചാൽ അഴിച്ചിട്ടില്ല, ആർക്ക് തന്നെ വാക്യൂം ആക്കിയത്. അതിൻ്റെ ബാക്കിലെല്ലാം കുറേ ഉണ്ടായിരുന്നു പൊടി, ഇതെല്ലാം ക്ലീൻ ആക്കി. ജനൽ വിൻഡോസ് എല്ലാം മാജിക്കായിട്ട് കാണാൻ നമ്മളെ കിച്ചൺ തന്നെ കണ്ട പുതിയൊരു പോലെയല്ലേ നമ്മളെ കിച്ചൺ. ഇതിൽ ആദ്യം കാണിക്കണമായിരുന്നു എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അല്ലേ വരി. ആദ്യം ഒന്ന് കാണിക്കണമല്ലേ എങ്ങനെയുണ്ടെന്ന്. ഈ ഫാൻ ഓഫ് ആക്കല്ലടാ, കഴിഞ്ഞില്ലേ? ഇങ്ങനെയാണ് ഈ ബെഡ്റൂമല്ല. അറേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല, അറേഞ്ച് എല്ലാം അവർ ചെയ്തോളും അല്ലേടാ. ഞാൻ അറേഞ്ച് ഒക്കെ ചെയ്യാനുണ്ട്, അതെല്ലാം അവർ ചെയ്തോളൂ അല്ലേ. ഇതില്ല അല്ലേ, ക്ലീൻ ആയല്ലേ. ഓഫാക്കണം. ഡോറടിച്ച ഇത് ബാത്റൂമെല്ലാം നമുക്ക് ക്ലീൻ ആക്കി. വാഷ് ബേസിന് ഒന്നിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് ബോക്സ് ടൈപ്പ് ബെഡ് ആയതുകൊണ്ട് ഇതിൻ്റെ അടിക്ക് കുട്ടികളെ ബെഡ്റൂം തോന്നുന്നു. ഇതിൻ്റെ അടിക്ക് നിറച്ചുണ്ടായിരുന്നു കുട്ടികളെ കളിപ്പാട്ടും വേസ്റ്റും അല്ലടാ. നിറച്ചുണ്ടായിരുന്നു. ബെഡിനെ മറിച്ചിട്ട് ക്ലീൻ ആക്കിയത്. ലൈറ്റ് ഓഫ് ആക്കാം. ഓക്കെ, കബോർഡെല്ലാം ക്ലീൻ ആക്കി. കബോർഡിന് പുറം മാത്രം, കബോർഡിൻ്റെ അകം ക്ലീൻ ആക്കിയില്ല. ടി വി എല്ലാം ഇതാക്കി വൃത്തിയാക്കി. ഫാനല്ലല്ലോ, ആ ഒരു ഫാന് മാത്രം ഇതുണ്ടോ ക്ലീൻ ആയിട്ട് നോക്കി. ഒരു ഇഞ്ച് സ്ഥലം ബാക്കി വെച്ചിട്ടില്ല ക്ലീൻ ആക്കാൻ. മേലൊക്കെ ആയിരുന്നു ലൈറ്റ് ഇടത്ത് ഇതിലിട്ട ഫാൻ. സ്റ്റാറെല്ലാം നോക്കാം, പുതിയൊരു ഐഡിയ സ്റ്റാറിൻ്റെ. ഇത് കണ്ട എത്ര ഇരുമ്പിൻ്റെ സ്റ്റെപ്പ്. കുറച്ച് സ്ഥലം മതി കണ്ട, കുറച്ച് സ്ഥലത്തിൽ കോസ്റ്റ് കുറച്ച് നല്ല സൗകര്യത്തിലുള്ള സ്റ്റെപ്പാക്കാം. വെറുതെ കോൺക്രീറ്റ് സ്റ്റെപ്പാക്കിയിട്ട് കാശ് കളയുന്നേക്കാളും നല്ലത് ഇത്. ഇതാകുമ്പോൾ പൊളിച്ച് വെക്കുമ്പോൾ പൈസയും കിട്ടും. കോൺക്രീറ്റിനെ സ്റ്റെപ്പാക്കിയെങ്കിൽ അല്ലേ. അതൊന്ന് ലൈറ്റ് ഇട്ടോ ഇതിൻ്റെ സ്റ്റെപ്പ് അടിപൊളിയല്ലേ. ഓക്കെ, നല്ല സ്റ്റൈലും ഉണ്ട്. ഇത്ര ചെറിയ ഏരിയയിൽ അടിപൊളി സ്റ്റെപ്പ്. ചെറിയ ഏരിയ ചെറിയ ചിലവിലാവും. ഏകദേശം 50,000 രൂപ ആവും തോന്നുന്നത് ചേട്ടാ. 50,000-70,000 രൂപ ആവും ഇങ്ങനെ സ്റ്റെപ്പ്. അതെ, ഒരു അതെ അതെ നല്ല ഐഡിയ. ലൈറ്റെല്ലാം നോക്കി അടിപൊളിയില്ലേ. സത്യം വീടിൻ്റെ ഒരു സ്മെല്ല് തന്നെ മാറി. അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഓ ചായ കുടിക്കാം. സീതരേട്ടന് ചായ വെച്ചിട്ട് വേണ്ട. സീതരേട്ടൻ ചായ ഉണ്ട്. കണ്ട കട്ടൻ ചായ. അവർ പാൽ എടുത്ത് വെച്ചിരുന്ന പാൽ ചായ ആക്കായിരുന്നു. കണ്ട സോഫ എല്ലാം വാക്യൂമാക്കി വെച്ചത്. ഡോറ് ഒരു ഇഞ്ച് സ്ഥലം ഏടിയില്ല കാണിക്കാൻ. കുറ്റം പറയാനായിട്ട് ബാക്കി വെച്ചു വിടറാ. സ്ഥിതിയെ കുറ്റം പറയാനായിട്ട് ഒരു കഷ്ണം ബാക്കി വെച്ചൂടെ. ഇങ്ങനെ ക്ലീൻ ആക്കാൻ പാടില്ല. ഇവിടെ വെള്ളം മറിഞ്ഞ് പുറത്തേക്ക് മറിഞ്ഞിട്ടാ ബാത്റൂമിൻ്റെ. അതിനെ ക്ലീൻ എടുത്തരാവാ. ഇപ്പോൾ ബാത്റൂം ക്ലീൻ ആക്കിയത് കണ്ട. ബാത്റൂം ക്ലീൻ ആക്കിയത് പുറത്തേക്ക് വന്നു. അതിനെ ക്ലീൻ ആക്കണം. ഇപ്പോൾ ക്ലീൻ ആക്കി. ഇപ്പോൾ ഇതിൻ്റെ പണിക്ക് ചോദിക്കണ്ട. അവൻ്റെ പണി 916 പണി. എത്ര ക്ലീൻ ആയിരിക്കും എൻ്റെ പണി. ചാവണ് വന്നേ. എന്തായാലും വീട്ടുകാരനെ ഹാപ്പി എന്ന കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. നോക്കാം, ഉറപ്പായിട്ടും വീട്ടുകാരൻ 100% ഹാപ്പിയാവും.
സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല ഹാപ്പിയാണ് ഇന്നത്തെ പണിയിൽ. അത്രക്കും നീറ്റാണ് ഇന്നത്തെ പണി, ക്ലീനാണ്. ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു വീട് മൊത്തം ക്ലീനിന് കിട്ടിയത്. എടാ ഞാൻ താഴെ ആ ബാത്റൂം ഒന്ന് ഇതാക്കുന്നവാ. ബാത്റൂം ക്ലോസറ്റിലാണ് ഇതിൽ ക്ലീൻ ആക്കിയിട്ട് അതിന് തോർത്തിയും കയ്യില. ഓഹ് മോളിൽ അടിപൊളിയായിരുന്നു ഇതിലേട്ടാ. ഇതിലേട്ടാ മോളിൽ സൂപ്പറായിനവാ, അടിപൊളിയായിരുന്നു മോളിൽ. എന്ത് പാങ്ങറ് മോളിൽ. എങ്ങനെ ഉണ്ടായിരുന്നു രാവിലെ ചായ? രസീതിരട്ടം വെച്ച ചായ ഗൈസ്, ഒരു തപ്പാല ചായ വെച്ചിന് ഗൈസ്, തീർന്നു. കുടിച്ച് തീർന്ന്. എന്തായി ഞാൻ നോക്കാൻ നോക്കിയിട്ടില്ല. ഇല്ല ഞാൻ പുറമെ അവിടെ കവിച്ച് വന്നെ. അവിടെ പുറമെ കവിച്ചില്ല മെഷീൻ. ഞാൻ കവിക്കും ഓപ്പണ കുറച്ച് പണിയുണ്ട്. അപ്പോൾ കുറച്ചേട്ടാ ബാത്റൂം ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഞാൻ അതിൻ്റെ പണി തീർക്കുന്നത്. ഇപ്പം മണി എത്ര അറിയും? സമയം എത്ര അറിയും? ഇപ്പം സമയം എത്ര ചേട്ടാ? കണ്ട 6:20. ഇനി അതൊന്ന് തീർത്തിട്ട് ഇന്നത്തെ പണി ഗുഡ് ബൈ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വീട് ഇഷ്ടമായില്ലേ ഞങ്ങൾക്ക്? അടിപൊളി വീട്, നല്ല സൗകര്യത്തിലുള്ള വീട് കണ്ട. വീട്ടിനടുത്ത് തന്നെ ഒരു കിണറുള്ളതായിട്ട് കണ്ടതാ. ഇതന്നെ ഒരു ഏറ്റവും വലിയ ഭാഗ്യം അവർക്ക്, കിണർ വെള്ളം കുടിക്കാമല്ലോ കണ്ട. അപ്പോൾ ഇതുപോലെ വീട് മൊത്തത്തിൽ ക്ലീൻ ആക്കാനുണ്ട് ഞങ്ങളെ വിളിക്കാം. മൊത്തത്തിൽ ക്ലീൻ ആക്കാനുണ്ട് വിളിക്കാം. ഡീപ്പ് ക്ലീനിങ്ങിന് വിളിക്കാം. ഇൻ്റർലോക്ക് ക്ലീനിങ്ങിന് വിളിക്കാം. ഇൻ്റർലോക്ക് ക്ലീനിങ് പ്ലസ് പെയിൻറ്റിങ് അതിനും വിളിക്കാം. ക്ലീനിങ് സർവീസായിട്ട് ബന്ധപ്പെട്ട് എന്ത് പണിക്ക് ഞങ്ങളെ വിളിക്കാം, നമ്മൾ റെഡി. അപ്പോൾ ഈ ബാത്റൂം ക്ലീൻ ആക്കി വെച്ചിന് കുറച്ച് പണി ബാക്കിയുണ്ട്. ഇതിന് ഫൈനലൊന്ന് ഫിനിഷ് ആയിക്കോന്ന്. ഇല്ലെങ്കിൽ ഇത്ര എല്ലാം പണിയെടുത്തിട്ട് വെറുതെ ചീത്തയാക്കേണ്ടി വരും. കണ്ട വാഷിംഗ് മെഷീൻ പുതിയതുപോലെ ആയിരുന്നു. ഓക്കെ അപ്പം ബൈ.